നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറിഞ്ഞല്ലോ നമ്മൾ കട്ട്ലറ്റാണ് അല്ലേ. അപ്പോൾ കട്ട്ലറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ ഫിഷ്, ബീഫ്, മീറ്റ് അങ്ങനെ പല എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം വിചാരിച്ചു ചെമ്മീൻ കട്ട്ലറ്റ് പിന്നെ നമ്മൾ അന്ന് ബീഫ് കട്ട്ലറ്റ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചെന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല കട്ട്ലറ്റ് നമ്മൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലറ്റ്. സ്പ്രൗട്ട്സിൻ്റെ മുളപ്പിച്ച പയറ്, മുളപ്പിച്ച കടല, അങ്ങനെ 2-3 ഐറ്റംസാണ് കിട്ടിയിരിക്കുന്നത്. അതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ. വന്നിട്ട് 2 പയർ, പച്ചപ്പയറുണ്ട്, മറ്റേ ചുവന്ന പയറും മുളപ്പിച്ചതുണ്ട്, കടല മുളപ്പിച്ചതുണ്ട്. ഈ സാധനമാണ് നമുക്ക് സ്പ്രൗട്ട്സ് കിട്ടിയിരിക്കുന്നത്. ബ്രെഡ് ക്രംസ് ഉണ്ട്, പുതിനയുണ്ട്, പുതിനയല്ല ഇത് മല്ലിയില, പുതിന, ഉപ്പ്, ഗാർലിക്ക്, നല്ല ചോപ്പ് ചെയ്തത് വളരെ പൊടിയായിട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ഗരം മസാല, ഇത് കോൺഫ്ലോർ, നമ്മൾ ഒനിയൻ കുഞ്ഞതായിട്ട് വരുന്നത്, ഇഞ്ചി, പിന്നെ കുരുമുളക് പൊടി, പച്ചമുളക്, നാരങ്ങ, മീറ്റ് മസാല, ഓയിൽ, പിന്നെ പൊട്ടറ്റോ പുഴുങ്ങിയത്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് മാറിയിട്ടെ, അത് നമുക്ക് ഇതിനെ സവാള ഇതൊക്കെ വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക വെജിറ്റബിൾ ഓയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ഇത് 2 സൈഡും പരിപാടി നടക്കട്ടെ. നീ പതുക്കെ അതിനെ വളരെ പതുക്കെ ഒരു പുതിയത് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ഇതാ നമ്മുടെ ഫൈൻ ചോപ്ഡ് ഒനിയൻ ഇട്ട് കൊടുക്കുകയാണേ. ഷോർട്ടായിട്ട് വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ മതി. ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ ഇതൊന്ന് ആയി കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ നമ്മുടെ ഇതെല്ലാം സ്മാഷ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളത് നമുക്ക് ഉപ്പൊക്കെ ഇതത് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ സ്മാഷ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ അകത്ത് എഗ്ഗൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. എഗ്ഗ് ഉപയോഗിക്കുന്നില്ല. ഇല്ല, എഗ്ഗ് വേണ്ട. എഗ്ഗിൻ്റെ കോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വേണ്ട. ഞാനിതിന് വെറുതെ ഇത്തിരി കോൺഫ്ലോറും ഒരു ഇത്തിരി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതിലേക്ക് നമ്മൾ നല്ല ചോപ്പ് ചെയ്ത കുറച്ച് ഇതാക്കി വെളുത്തുള്ളി കേട്ടോ, അത് നല്ല ചോപ്പ് ചെയ്ത കുറച്ച് ഇഞ്ചിയൊന്നും അധികം കടിക്കാൻ. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി കേട്ടോ. ഈ സ്പ്രൗട്ട്സിന്റെ കട്ട്ലറ്റ് ഉണ്ട്, ഞാൻ പൊതുവെ ഇവിടെ അങ്ങനെ അധികം കേട്ടിട്ടുണ്ടോ? അതാണ് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നു. റീന ബഷീറില്ലേ, ആർട്ടിസ്റ്റ്, അവളാണ് കേട്ടോ എനിക്ക് എൻ്റെ റെസിപ്പി തരുന്നത്. അവൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞേ, അവളോട് ഞാൻ ചോദിച്ചു, അവൾ വലിയ കുക്കാണല്ലോ, ഷെഫാണ് അവൾ. അപ്പോൾ ഞാൻ പറഞ്ഞടി എനിക്കൊരു സ്പെഷ്യൽ ഒരു സാധനം എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചപ്പോൾ അപ്പോൾ അവളാണ് എനിക്ക് ഇത് ഉപദേശിച്ചു തന്നത്. ഏത് എരിവിന് നമ്മൾ ഇടുന്നത് കുരുമുളകും പച്ചമുളകും മാത്രമാണ്. പിന്നെ കട്ട്ലറ്റൊന്നും നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അധികം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്പൈസി ആവേണ്ട ആവശ്യമില്ല. മീറ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇക്കണം. ഈ കടലയൊക്കെ ഈ കടലയ്ക്ക് ഭയങ്കര ടേസ്റ്റുള്ള സാധനമല്ലേ. കടലയും പയറൊക്കെ എന്ത് ഹെൽത്തിയാണെന്ന് ആലോചിക്കണം. മുളപ്പിച്ച സാധനങ്ങൾക്കുള്ള ഒരു ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ചൊന്നും പറയണ്ട. അത് പിന്നെ കടലയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ജിമ്മൻ ഫൈബർ ഉണ്ട്, പിന്നെ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഓക്കെ, ഗരം മസാല കേട്ടോ. ഗരം മസാലക്ക് ഒരു ടേസ്റ്റ് വേണം ഇതിൽ, കാരണം ഫ്ലേവർ വേണം. കുറച്ച് കുരുമുളക് പൊടി, കാരണം 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കുറച്ച് മീറ്റ് മസാല ഇടുന്നുണ്ട്, കാരണം ഇത് വെജല്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്തെങ്കിലും നമുക്കൊരു ഫ്ലേവർ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണോളം മീറ്റ്, ആ ഒരു ഫ്ലേവർ അത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കട്ടെ, ലാസ്റ്റ് നമ്മളിത് പിടിച്ച് നോക്കുമ്പോഴേ എൻ്റെ ആ ബാറ്ററിനെ അതിന് എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മല്ലിയില, പുതിനയില കിട്ടും, ഇടും.
ശരിക്കും കുക്കായിട്ട് വരണം. എന്നിട്ട് അല്ലെങ്കിൽ മറ്റേ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. പകുതി മുക്കാൽ വേവ് നമ്മൾ ഇതിൽ കഴിയണം, അല്ലെങ്കിൽ ഒരു പച്ച ചോദിക്കും. ഹലോ ഹലോ ഹായ്, നിങ്ങൾ എത്ര നാളായിട്ട് ഞങ്ങൾ നിങ്ങളെയാണ് വേണ്ടത്. പക്ഷെ അന്വേഷിച്ചിരിക്കുമ്പോ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന സുഖവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടല്ലോ. അല്ല, അത് മാത്രമല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിഷിൽ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അവിടെ വന്ന് കണ്ടാലും മതി, കഴിച്ചാലും ഒരു ടാസ്ക്. ഇതെന്താ സാധനം എന്ന് പറയാം? ക്യാബേജ് ഉപ്പേരി. അടുത്തത് കഴിച്ചിട്ട് പറഞ്ഞേ. ഇതിന്റെ കൺസിസ്റ്റൻസി ഒരു മാർക്ക് പറയുന്നുണ്ട്. തേങ്ങ അത് പോയി, ആ ഒരു മാർക്ക് പോയി. കടല കറക്റ്റ്. ചെറുപയറ്, പയറ്, അത് 3 പയറ് ബിണ്ടാണ് മുളപ്പിച്ചത്. ഒരു മെയിൻ സാധനം കൂടി കണ്ടന്റ് കൂടി വരാനുണ്ട്. പൊട്ടറ്റോ ചേർത്തിട്ടില്ല. അതിന് പുറത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാം. ഷാലോ ഫ്രൈ ചെയ്യാം. പിന്നെ ഷാലോ ഫ്രൈ ഇതിന് ജസ്റ്റ് ഷേപ്പ് ഉണ്ടാക്കി എടുക്കുക. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഓൾറെഡി കുക്ക്ഡാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് അതിലും എണ്ണ ഒരുപാട് ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഡീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് അതും ചെയ്യുന്നില്ല. നമ്മൾ നന്നായിട്ട് ഇത് കുക്കായി ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീട്ടിൽ ഇതുപോലെ വൈകുന്നേരങ്ങളെ ഏറ്റവും രുചികരമാക്കാനായിട്ട് അല്ല, അത് മാത്രമല്ല അനുഷ്ഠ, നമ്മളൊരു ഫുഡിന്റെ ഇത് പറയുമ്പോഴേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം ചെയ്യുന്നത്. ഇപ്പൊ നോർമലി എല്ലാവരും കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയി കഴിഞ്ഞു. ഇന്നത്തെ ഹെയർ സ്റ്റൈലൊക്കെ വേറെ സ്റ്റൈൽ എന്നും അങ്ങനെ കണ്ടു മടുത്തെടുക്കാം. അപ്പോൾ വെറുതെ രസം അല്ലേ? ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കോമാളിത്തരൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. സുന്ദരനാണല്ലോ. പുറത്തുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും ആ സ്റ്റൈലും ഒക്കെ വാ തുറക്കണം എന്ന് പറഞ്ഞാൽ വാ തുറക്കുന്നത്. എന്തായാലും കഴിഞ്ഞവരെ പറഞ്ഞതിനോട് എനിക്ക് സോറി അപ്സര, ഞാൻ നിന്നോട് വിട്ടോ ഓടിക്കോളൂ, പരിസരത്ത് കണ്ടുപോയി. ഞാൻ ഇതിനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ഓയിൽ വളരെ കുറച്ച് നമ്മളിത് കുടിക്കുന്നത്. വളരെ കുറച്ചെന്ന് വെച്ചാൽ ഷാലോ ഫ്രൈ ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തോട്ടും ജസ്റ്റ് ഒന്ന്, കാരണം ഓൾറെഡി കുക്കായത്. ഇനി ഇതിനകത്ത് കുക്കിംഗ് ഇതില്ല സംഭവം. ഓക്കെ, അതെ, അത്രേ ഉള്ളൂ. അപ്പം ഞാനിത് ഓഫ് ചെയ്യണേ കേട്ടാ. ഓക്കെ ഓക്കെ. അപ്പം ഇതിലേക്ക് നമ്മൾ ഈ തണുത്ത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറിന് പൊടി അറിഞ്ഞൂടെ, മറ്റേ അതിലൊരു ഒരു ക്രിസ്മസ് കിട്ടാനിടാ. അപ്പം അതിന് ഇത് സ്മാഷ് ചെയ്ത് എടുക്കണം. ഇതിലൂടെ ഇങ്ങനെ ആക്കി എടുക്കുന്നത് ഇപ്പം അതൊക്കെ കേട്ടോ. ഇത് നന്നായിട്ട് തണുത്തു. കൈയൊക്കെ നല്ല വാഷ് ചെയ്തു കേട്ടോ. ഇത് പിടിക്കട്ടെ. ഇത് ബ്രെഡ് ക്രംസിൽ നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. ഇനി ഇല്ലേടാ, നമ്മൾ മുട്ട യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടുണ്ട് ചേച്ചി കാണുന്നത് മുട്ടയില്ലാതെ നമ്മൾ കട്ട്ലറ്റ്. നമുക്ക് എപ്പോഴും മുട്ടയിൽ ഡിപ്പ് ചെയ്യാം. അപ്പം ഞങ്ങളുടെ സ്പ്രൗട്ട് കട്ട്ലറ്റ് റെഡി. കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ, കുടിച്ചേ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു എഗ്ഗ് ഉപയോഗിക്കാത്തതുകൊണ്ടേ അത് നമുക്ക് ആ ഷേപ്പാക്കി എടുക്കാൻ കുറച്ച് ഞങ്ങൾ പണിപ്പെട്ടു. കാരണം പൊട്ടാതെ, കാരണം പൊട്ടിയൊക്കെ പോകും, കാരണം ആ ഒരു പിടുത്തം കിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സ്പ്രൗട്ട് കട്ട്ലറ്റ് റെഡി. ഓക്കെ, താങ്ക് യു.